നമ്മളെന്താ എടുക്കുന്നത്? ഫോർത്ത് മൊഡ്യൂളിൽ 2 ചാപ്റ്റേഴ്സാണ് ബെൽറ്റും ഗിയറും. അതിൽ ചാപ്റ്റർ 1 ബെൽറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മെയിനായിട്ട് തിയറി പാർട്ടിൽ വരുന്ന 2 കാര്യങ്ങളാണ് രണ്ട് കമ്പാരിസണാണുള്ളത്. ഒന്ന് കമ്പയർ ബിറ്റ്വീൻ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. പിന്നെ അതുപോലെ ബെൽറ്റിൽ തന്നെ വേറെ കമ്പാരിസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ, ഒരു ഷാഫ്റ്റിൽ നിന്നും വേറെ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു ഷാഫ്റ്റ്, ഓക്കെ, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റിൽ നിന്ന് വേറെ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേറെ ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? ഇവിടെ നമുക്കൊരു പുള്ളി വെക്കും. ഫസ്റ്റ് ഷാഫ്റ്റിലും പുള്ളി, സെക്കൻഡ് ഷാഫ്റ്റിലും പുള്ളി വെച്ച് ഇതിൻ്റെ നടുവിൽ നമ്മളെന്താക്കും? മുകളിൽ കൂടെ ബെൽറ്റ് ഇടും. അത് നമ്മൾ കാണുന്നതാണ് ബെൽറ്റ് ഡ്രൈവ്. സാധാരണ ഫ്ലോർ മില്ലൊക്കെ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ രണ്ടാമത്തെ പറഞ്ഞാൽ ഇതുപോലെ നമുക്ക് 2 ഷാഫ്റ്റുകൾ വെച്ചിട്ട് നമ്മളെന്താക്കും? സ്പ്രോക്കറ്റ് കണ്ടു ചെയ്യും. അതായത് വണ്ടിയുടെ സ്പ്രോക്കറ്റ്, പല്ലുള്ള സ്പ്രോക്കറ്റ്. സൈക്കിളിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ചെയിന്. അപ്പോൾ ആ സ്പ്രോക്കറ്റിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ചെയിൻ കൊടുക്കും. അങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും പവർ. അതിനാണ് നമ്മൾ ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പറഞ്ഞാൽ ഇതേപോലെ ഷാഫ്റ്റ് വെക്കും. ഷാഫ്റ്റ് വെച്ചിട്ട് ഗിയേഴ്സ് വെച്ച് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡ്രൈവാണ് ഗിയർ ഡ്രൈവ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബെൽറ്റ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. അപ്പോൾ അതിൻ്റെ മൂന്നിൻ്റെ കമ്പാരിസണാണ് ഇവിടെ പറഞ്ഞത്. കമ്പാരിസൺ ഏതൊക്കെ ഉണ്ട്? ഫസ്റ്റ് വണ് ഇവിടെ ബെൽറ്റ് ഡ്രൈവിൽ ബെൽറ്റാണ് പവർ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ചെയിൻ ഡ്രൈവിൽ ചെയിനാണ്, ഗിയർ ഡ്രൈവിൽ ഗിയർ. രണ്ടാമത്തേത് പറഞ്ഞാൽ പുള്ളീസ് ആർ കണക്റ്റഡ് ടു ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഷാഫ്റ്റ്. അതായത് ബെൽറ്റ് ഡ്രൈവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പുള്ളീസാണ്. പുള്ളീസ് വെച്ചിട്ടാണ് ബെൽറ്റ് കണക്ട് ചെയ്യുന്നത്. ചെയിൻ ഡ്രൈവിൽ സ്പ്രോക്കറ്റ് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഗിയർ ഡ്രൈവിൽ ഗിയർ ഇറ്റ് സെൽഫ് ഇസ് കണക്റ്റഡ് ടു ദി ഷാഫ്റ്റ്. പിന്നെ മൂന്നാമത്തെ പറഞ്ഞാൽ ബെൽറ്റിൽ സ്ലിപ്പ് കൂടുതലാണ്. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഷാഫ്റ്റ് റണ്ണ് ചെയ്യുകയാണെങ്കിൽ, ഷാഫ്റ്റ് റണ്ണ് ചെയ്യുമ്പോൾ നമ്മളതിന് മുകളിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഹൈ ടോർക്ക് വരുന്ന സമയത്ത് ബെൽറ്റ് അവിടെ തന്നെ നിൽക്കും, സ്റ്റാറ്റിക്കായി നിൽക്കും. ഈ ഒരു ഡ്രൈവർ ഷാഫ്റ്റ് മാത്രം റൊട്ടേറ്റ് ചെയ്യും. ഇപ്പോൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ പവർ സോഴ്സ് കിട്ടുന്നത്, അപ്പോൾ ഒരു മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ്, അതാണ് നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അത് മാത്രം റൊട്ടേറ്റ് ചെയ്യും, ബെൽറ്റ് അവിടെ തന്നെ നിൽക്കും. ആ ഒരു കണ്ടീഷനാണ് നമുക്ക് സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബെൽറ്റ് ഡ്രൈവിന് സ്ലിപ്പ് കൂടുതലാണ്, ചെയിൻ ഡ്രൈവിന് സ്ലിപ്പ് ലെസ്സാണ്. സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടീൻ്റെയൊക്കെ സ്പ്രോക്കറ്റ് കുറേ കാലം കഴിഞ്ഞാൽ ഈ ചെയിനൊരു സ്ലാക്ക് ഉണ്ടാവും. അപ്പോൾ സ്ലാക്ക് വരുമ്പം പ്രോപ്പറായിട്ടുള്ളൊരു ട്രാൻസ്മിഷൻ നടക്കില്ല. അതുകൊണ്ടാണ് ചെയിൻ ഡ്രൈവിന് സ്ലിപ്പ് കുറവെന്ന് പറയുന്നത്. ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പില്ല. അതായത് ഗിയർ മെയ്റ്റ് ചെയ്തെങ്കിൽ മാത്രം, ഇപ്പം ഗിയേഴ്സ് ഇങ്ങനെ മെയ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ പവർ ട്രാൻസ്മിഷൻ നടക്കുള്ളൂ. അപ്പോൾ എന്തായാലും അത് മെയ്റ്റിംഗ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ അതിന് സ്ലിപ്പ് ഉണ്ടാവില്ല. പിന്നെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ ലാർജർ സെൻറ്റർ ഡിസ്റ്റൻസ്. ലാർജർ സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 ഷാഫ്റ്റുകൾ തമ്മിലുള്ള ഈ ഒരു ദൂരം, 2 ഷാഫ്റ്റുകളുടെ സെൻറ്റേഴ്സ് തമ്മിലുള്ള ദൂരത്തിനാണ് സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സെൻറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഷാഫ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ചെയിൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കുറയും സെൻറ്റർ ഡിസ്റ്റൻസ്. ഗിയർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള സെൻറ്റർ ഡിസ്റ്റൻസിന് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം വളരെ ദൂരമുള്ള 2 ഷാഫ്റ്റുകളാണെങ്കിൽ നമുക്കെന്ത് വേണം? ഗിയേഴ്സ് വെച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ലാർജർ ഗിയേഴ്സ് വേണം. ഓക്കെ, അപ്പോൾ അത് ചിലപ്പോൾ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ഗിയേഴ്സ് എപ്പോഴും നമ്മൾ ചെറിയ സെൻറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ബെൽറ്റ് ഡ്രൈവിൽ എന്ന് പറഞ്ഞാൽ നോയ്സ് കുറവായിരിക്കും, ചെയിൻ ഡ്രൈവിൽ വളരെ നോയ്സ് കൂടുതലായിരിക്കും, ഗിയർ ഡ്രൈവ് വളരെ ലെസ് ആയിരിക്കും, അതായത് ക്വയറ്റ് ഇൻ ഓപ്പറേഷൻ. ഓക്കെ, ഇനി ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ലാർജർ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ചെയിൻ ഡ്രൈവിൽ മീഡിയം ടോർക്കാണ്, ഗിയർ ഡ്രൈവിൽ ലാർജർ ടോർക്കാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് കമ്പയർ ഗിയർ ഡ്രൈവ് ആൻഡ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവിടെ നിങ്ങൾ പറയേണ്ടത് ഗിയർ ഡ്രൈവിനാണ് ലാർജർ ടോർക്ക്, ബെൽറ്റ് ഡ്രൈവിന് ലെസ്സർ ടോർക്ക്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ കമ്പാരിസണാണ് പറയാം. ഇപ്പോൾ ചെയിൻ ഡ്രൈവും ബെൽറ്റ് ഡ്രൈവും ആണ് കമ്പയർ ചെയ്യാൻ പറയുന്നതെങ്കിൽ ചെയിൻ ഡ്രൈവിന് ലെസ് ടോർക്കും ബെൽറ്റ് ഡ്രൈവിന് ലാർജർ ടോർക്കും, അങ്ങനെ വേണം അത് എഴുതാൻ. ഇനി അടുത്തത് നമ്മളിനി ബെൽറ്റിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ബെൽറ്റിൽ 3 ടൈപ്പ് ബെൽറ്റാണുള്ളത്: ഫ്ലാറ്റ് ബെൽറ്റ്, റോപ്പ് ബെൽറ്റ്, വി ബെൽറ്റ്. അവർ തമ്മിലുള്ള കമ്പാരിസൺ. ഇപ്പോൾ ഫ്ലാറ്റ് ബെൽറ്റ് നമ്മൾ മുറിച്ചതിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ അത് റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. റോപ്പ് മുറിച്ച് നോക്കിയാൽ അത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കും. വി ബെൽറ്റ് മുറിച്ച് നോക്കിയാൽ അത് ട്രിപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റിൽ യൂസ് ചെയ്യുന്ന പുള്ളി, ഇപ്പോൾ ബെൽറ്റൊക്കെ നമ്മൾ പുള്ളീസ് വെച്ചിട്ടാണ് ഓടിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ ബെൽറ്റിന്, ഫ്ലാറ്റ് ബെൽറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന പുള്ളി എന്ന് പറഞ്ഞാൽ ഗ്രൂഡ് ആയിരിക്കില്ല, അതായത് നോൺ ഗ്രൂഡ് പുള്ളി ആയിരിക്കും. അതിൻ്റെ ഹെഡ്, ഈ ഒരു പുള്ളീൻ്റെ ഹെഡ് ഫ്ലാറ്റ് ആയിരിക്കും. ഓക്കെ. ഇനി റോപ്പ് ബെൽറ്റിനാണെങ്കിൽ ഈ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഒരു ട്രയാങ്കുലർ ഷേപ്പ് പുള്ളിയിലാണ് നമ്മൾ ഈ ഒരു റോപ്പ് ഇടുന്നത്. അതുപോലെ വി ബെൽറ്റ് ആണെങ്കിൽ നമ്മൾ ട്രയാങ്കുലർ ഗ്രൂഡ് പുള്ളി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞാൽ സെൻറ്റർ ഡിസ്റ്റൻസിൻ്റെ ബേസിലാണ് പറയുന്നത്. ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിൽ ലാർജർ സെൻറ്റർ ഡിസ്റ്റൻസ് 5 to 10 മീറ്റേഴ്സാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. റോപ്പ് ബെൽറ്റ് ആണെങ്കിൽ കൂടുതലും 5ൽ താഴെയാണ് യൂസ് ചെയ്യുക. വി ബെൽറ്റ് ആണെങ്കിൽ 2 മീറ്ററിൽ കുറവാണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ സെൻറ്റർ ഡിസ്റ്റൻസ് എന്നാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, 2 ഷാഫ്റ്റ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അത് അതിൻ്റെ ബേസിലാണ് പറയുന്നത്. 5 to 10 മീറ്റർ ആണെങ്കിൽ ഫ്ലാറ്റ്, 5ൽ താഴെയാണെങ്കിൽ റോപ്പ്, 2ൽ താഴെയാണെങ്കിൽ വി ബെൽറ്റ്. ഇനി അടുത്തത് ടോർക്കിൻ്റെ കാര്യത്തിൽ, ടോർക്ക് അല്ലെങ്കിൽ പവറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ബെൽറ്റ് ട്രാൻസ്മിറ്റ് മോഡറേറ്റ് ടോർക്ക്. അതായത് ഈ വി ബെൽറ്റ് റോപ്പ് ബെൽറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ബെൽറ്റ് കുറച്ച് ടോർക്കേ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. റോപ്പ് ബെൽറ്റ് ട്രാൻസ്മിറ്റ് ലാർജ് ടോർക്ക്, വി ബെൽറ്റും ലാർജ് ടോർക്ക് തന്നെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ. പക്ഷെ നമ്മൾ കൂടുതൽ കാണുന്നത് ഫ്ലാറ്റ് ബെൽറ്റാണ്, കാരണം അത് യൂസ് ചെയ്യാൻ ഈസിയാണ്. ഫ്ലാറ്റ് ബെൽറ്റ് ആണെങ്കിൽ പുള്ളി ഗ്രൂഡിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഫ്ലാറ്റ് ബെൽറ്റ് തന്നെയാണ് സ്ലിപ്പ് കൂടുതൽ അല്ലേ, കാരണം എന്താണ്, ഈ ഹെഡിന് ഗ്രൂവില്ല, അപ്പോൾ പിടുത്തം കുറയും. ഈ ഒരു അടിവശം മാത്രമേ പിടുത്തം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫ്ലാറ്റ് ബെൽറ്റിന് സ്ലിപ്പ് കൂടുതലാണ്. റോപ്പ് ബെൽറ്റിലാണെങ്കിലും വി ബെൽറ്റിലാണെങ്കിലും സ്ലിപ്പ് കുറവായിരിക്കും. അപ്പോൾ ഈ റോപ്പ് ബെൽറ്റ് ആണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഈ റൗണ്ട് ആയിട്ടുള്ള സാധനത്തിന് 2 പോയിൻ്റാണ് കോൺടാക്റ്റിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ സ്ലിപ്പ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ വി ബെൽറ്റ് പറഞ്ഞാൽ ഈ ട്രപ്പസോയിഡിൻ്റെ ഈ 2 സർഫസ് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ റോപ്പ് ബെൽറ്റിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വി ബെൽറ്റിന് സ്ലിപ്പ് എന്തായിരിക്കും, സ്ലിപ്പ് വളരെ കുറവായിരിക്കും. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്. അടുത്തത് നമ്മൾ വരുന്നത് ഫ്ലാറ്റ് ബെൽറ്റ്. അപ്പോൾ നമുക്ക് ഈ ഫ്ലാറ്റ് ബെൽറ്റിൻ്റെ കേസസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫ്ലാറ്റ് ബെൽറ്റ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ടൈപ്പ് ഓഫ് ഫ്ലാറ്റ് ബെൽറ്റ് ഡ്രൈവ് 3 ടൈപ്പാണുള്ളത്: ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്, ക്രോസ്ഡ് ബെൽറ്റ് ഡ്രൈവ്, ക്വാർട്ടർ ടേൺ ഡ്രൈവ്. അതിൽ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ആണെങ്കിൽ, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഷാഫ്റ്റ് ഉണ്ടാവും അല്ലേ, ഇവിടെ 2 ഷാഫ്റ്റ്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഇപ്പോൾ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത്, ഇതാണ് ഡ്രൈവർ ഷാഫ്റ്റ്. ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടറിൽ നിന്ന് സോഴ്സ്, ഒരു മോട്ടറാണല്ലോ നമ്മളുടെ പവർ സോഴ്സ്, ആ സോഴ്സിൽ നിന്ന് പവർ എടുക്കുന്നതാണ് നമ്മളെന്ത് പറയുന്നത്, ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഈ ഷാഫ്റ്റ് നമുക്കിപ്പോൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പുള്ളി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ ബെൽറ്റ് ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ബെൽറ്റ് എന്താവും, ഒരു റൈറ്റ് ഡയറക്ഷനിലേക്ക്, ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു പുള്ളീനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കും. എന്നിട്ട് തിരിച്ച് ഡ്രൈവറിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ദി പുള്ളീസ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ 2 പുള്ളീസിനെ റൊട്ടേറ്റ് ചെയ്യാനാണ് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഇനി ക്രോസ്ഡ് ആണെങ്കിലോ, ക്രോസ്ഡ് ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഇപ്പോൾ ഈ ഒരു ഷാഫ്റ്റ് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. ഇനി ഈ ഒരു ബെൽറ്റ് വെച്ച് കണ്ടില്ലേ, ബെൽറ്റ് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ഡ്രിവൺ ഷാഫ്റ്റിൻ്റെ, അതായത് ഡ്രിവൺ പുള്ളിയുടെ താഴെയാണ് വന്നിട്ട് ടച്ച് ചെയ്യുന്നത്. എന്നിട്ട് എന്താക്കും, ഇതിനെ ഇവിടെ ആറോ മാറിപ്പോയി ഇങ്ങോട്ടേക്കാണ് കറക്കുക. ഓക്കെ. ഇവിടെ ഇങ്ങനെയല്ല, ഇതിനെ കൗണ്ടർ ക്ലോക്ക് വൈസിന് റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഡ്രൈവറിലേക്ക് പോകും. സോ ഇറ്റ് ഈസ് യൂസ് ടു റൊട്ടേറ്റ് ദ പുള്ളീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി മൂന്നാമത്തത് ക്വാർട്ടർ ടേൺ ഡ്രൈവ്. ഇപ്പോൾ ക്വാർട്ടർ ടേൺ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുള്ളി നമ്മൾ ഫേസ് ചെയ്ത് വെക്കും, അടുത്ത ഡ്രിവൺ പുള്ളി ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷനേക്ക് കാണാം. ഓക്കെ. ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഓക്കെ. ഇവിടെ പുള്ളി ഇങ്ങനെ ഉണ്ടാവും, ഈ പുള്ളിയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, പുള്ളി ഇങ്ങനെയും ഡ്രിവൺ പുള്ളി ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടുന്നത് വെച്ചാൽ, ഈ ഡ്രൈവർ പുള്ളി നമ്മൾ റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ഇതിനെങ്ങനെ വന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ഉണ്ടാവും ഈ ഒരു മോഷനിൽ.
അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർപെൻഡിക്കുലർ ആയിട്ട് നമുക്ക് റൊട്ടേഷൻ കിട്ടും. ഇതേ സംഭവം തന്നെ ഗിയേഴ്സിലാണെങ്കിൽ നമുക്ക് ബിവൽ ഗിയർ ആണ് യൂസ് ചെയ്യുക. നമ്മൾ ഡിഫറൻഷ്യൽ യൂസ് ചെയ്യുന്നതാണ് ബിവൽ ഗിയർ. ഇപ്പോൾ ബിവൽ ഗിയറിൽ നമുക്ക് എന്താ കിട്ടുന്നത്? 90 ഡിഗ്രി റൊട്ടേഷൻ നമുക്ക് വീലിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. അവിടെ ആ ബിവൽ ഗിയർ ചെയ്യുന്ന അതേ ഫംഗ്ഷനാണ് ഇവിടെ ക്വാർട്ടർ ടേൺ ഡ്രൈവ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് യൂസ് ടു കണക്ട് 2 ഷാഫ്റ്റ്സ് വിച്ച് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ഓക്കെ, ഇവിടെ വെലോസിറ്റി റേഷ്യോ ഒക്കെ നമുക്ക് പ്രോബ്ലത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ജസ്റ്റ് തിയറി പാർട്ട് മാത്രമാണ് പറയുന്നത്. ഇനി വരാവുന്നൊരു ക്വസ്റ്റ്യനാണ് ക്രീപ്പ് ഓഫ് ബെൽറ്റ്. ഓക്കെ, ക്രീപ്പ് ഓഫ് ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഡ്രൈവർ ഷാഫ്റ്റ് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രൈവർ ഷാഫ്റ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 സൈഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു അടിഭാഗത്ത് ബെൽറ്റിനെ വലിച്ചെടുക്കുന്നത് പോലെ ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക ഈ ഒരു ഭാഗത്ത്. അതുപോലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വിടുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടൈറ്റ് സൈഡ് എന്ന് പറയാം, ഈ ഭാഗത്തിന് സ്ലാക്ക് സൈഡ്. ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ഇവിടെ സ്ലാക്ക് സൈഡ്, താഴെ ടൈറ്റ് സൈഡ് ആയിരിക്കും. ഇപ്പോൾ ടൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ വലിക്കുകയാണ്. ഇപ്പോൾ ബെൽറ്റിനെ വലിക്കുമ്പോൾ ബെൽറ്റിൻ്റെ ഒരു പോർഷൻ എക്സ്റ്റെൻഡ് ആവും. അപ്പോൾ നമുക്ക് കാണാനൊന്നും കഴിയില്ല, പക്ഷേ ഇൻറ്റേർണലി ചെറിയൊരു ടെൻസൈൽ ആയിട്ടുള്ള ലോഡ് അവിടെ വരുമ്പോൾ ചെറുതായിട്ട് ബെൽറ്റ് ഒന്ന് ഇങ്ങനെ വലിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലെങ്ത്ത് കൂടിയല്ലോ. ഇനി മുകളിലേക്ക് പോകുമ്പോൾ എന്താവും? അതിനെ തിരിച്ച സെയിം പൊസിഷനിലേക്ക് ഇതിനെ വിടും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ലെങ്ത്ത് വീണ്ടും ചുരുങ്ങും. അപ്പോൾ ഇവിടുന്ന് ബെൽറ്റ് വലിഞ്ഞിട്ട് മുകളിലെത്തുമ്പോൾ ബെൽറ്റ് വീണ്ടും വിട്ടിട്ട് അതേ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ എന്തുണ്ടാവും? ഒരു സൗണ്ട് ഉണ്ടാവും. ആ ഒരു റിലേറ്റീവ് മോഷനെ കൊണ്ടുണ്ടാകുന്ന ഒരു സൗണ്ട്, അതാണ് ക്രീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട്സ് വായിച്ചറിയാം. എൻ്റെ ബെൽറ്റ് പാസസ് ഫ്രം ടൈറ്റ് സൈഡ് ടു സ്ലാക്ക് സൈഡ്. അറ്റ് ദിസ് ടൈം എ സർട്ടൻ പോർഷൻ ഓഫ് ബെൽറ്റ് എക്സ്റ്റെൻസ്, കണ്ടില്ലേ? ആൻഡ് ദെൻ ഇറ്റ് കോൺട്രാക്ട്സ്. ഓക്കെ, ഇവിടെ 2 മാർക്കിന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതേണ്ടത് കേട്ടോ. ഡ്യൂ ടു ദിസ് ആക്ഷൻ ദർ ഇസ് എ റിലേറ്റീവ്. ഈ റിലേറ്റീവ് എന്നുള്ള വേർഡാണ് അവിടെ വരേണ്ടത്. റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ബെൽറ്റ് ആൻഡ് പുള്ളി. ദിസ് റിലേറ്റീവ് മോഷൻ ഇസ് കോൾഡ് ക്രീപ്പ് ഓഫ് ദി ബെൽറ്റ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതൊക്കെ പ്രോബ്ലംസ് ആണ്. ഇനി ലാസ്റ്റ് ഒരു പോർഷൻ മാത്രമാണ് ബെൽറ്റ് ഡ്രൈവിൽ ഒരു തിയറി ആയിട്ട് ചോദിക്കുന്നത്. അതാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ. സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബെൽറ്റ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാകും? നമ്മൾ ഏതൊരു സാധനം നമ്മൾ കറക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഫോഴ്സ് ഉണ്ടാവും? ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൊണ്ട് ആ ബെൽറ്റിൽ ഉണ്ടാകുന്ന ടെൻഷനാണ് സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എപ്പോഴും നമ്മളുടെ അവൈലബിൾ ടെൻഷനെ ഒപ്പോസാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഷാഫ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ, ഒരു പുള്ളി ഷാഫ്റ്റ് വരയ്ക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടൈറ്റ് സൈഡ് ടെൻഷൻ T1, ഇതാണ് നമുക്ക് വേണ്ട ടെൻഷൻ. ഈ ടെൻഷനെ കൊണ്ടാണ് നമുക്ക് ബെൽറ്റിൽ പവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട ടെൻഷനാണ്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും വെച്ചാൽ ഒരു സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവും. ആ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ത് ചെയ്യും? ഇപ്പോൾ ഈ ഡയറക്ഷൻ നോക്കിയാൽ മതി, ഈ ആരോൻ്റെ ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഈ അവൈലബിൾ ടെൻഷനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. TC അവൈലബിൾ ടെൻഷനെ കുറയ്ക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P is equal to T1 into 1 minus 1 by e raised to mu theta into V എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഈ T1നെ കൊണ്ടാണ് നമുക്ക് ഈ പവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ T1 കുറഞ്ഞാൽ പവർ കുറയും. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനറലി നമ്മളത് കൺസിഡർ ചെയ്യില്ല. കണ്ട, അറ്റ് ലോവർ സ്പീഡ്സ് ഇറ്റ് എഫക്റ്റ് ഈസ് നെഗ്ലക്റ്റഡ്, ബട്ട് ഫോർ ഹയർ സ്പീഡ് അബൌട്ട് 10 meter per second 10 meter per second റിലേറ്റീവ് വെലോസിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ സെൻട്രിഫ്യൂഗൽ ടെൻഷനെ കൂടെ കൺസിഡർ ചെയ്യണം. ആ സമയത്ത് എന്താവും? ഈ പവർ കുറയും. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് സംഭവിക്കും? T1 മൈനസ് TC ഇൻറ്റു ബാക്കിയുള്ള സംഗതി 1 minus 1 by e raised to mu theta into V. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു അവൈലബിൾ ടെൻഷൻ അവിടെ റെഡ്യൂസ് ആയി. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പവർ റെഡ്യൂസ് ആവും. അപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്ക് ബെൽറ്റ് ഡ്രൈവിൽ തിയറി ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ഗിയേഴ്സാണ്, അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും.